ഇത് കണ്ടോ, ഇതാണ് ട്രംപ് അമേരിക്കക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ അത് ബാധിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മളെയും ബാധിക്കും. ഈ ലോക സാഹചര്യത്തിൽ നമുക്ക് അതിനകത്തും രണ്ട് പുത്തൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. കഴിഞ്ഞ നവംബറിൽ ചൈനക്കാരൻ ഉണ്ടാക്കി കൊടുത്ത തൊപ്പിയും ഇട്ടുകൊണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കക്കാരുടെ വോട്ടെല്ലാം അങ്ങ് വാങ്ങി. പക്ഷേ ഹൗ ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ്, അമേരിക്ക എങ്ങനെ ഗ്രേറ്റ് ആക്കാം, അമേരിക്ക എങ്ങനെ വെൽതി ആക്കാം എന്നുള്ള ആ ചോദ്യം അദ്ദേഹത്തിനോട് അന്ന് ആരും ചോദിച്ചില്ല. പിന്നെയാണ് അറിഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു അടിയേ ഉള്ളൂ, ടാരിഫ് അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിച്ചെങ്കിലേ അത് പറ്റത്തുള്ളൂ. അവിടെ ഇവിടെയും പോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോൾ ദേ കിടക്കുന്നു, ചൈന ഡൊണാൾഡ് ട്രംപിനെ മൂക്കും കൊണ്ട് ഇക്ഷ വരപ്പിച്ചിരിക്കുന്നു. കാര്യം എന്താണ്? 245% ടാരിഫാണെന്ന് പറഞ്ഞിട്ടല്ല ചൈനയുടെ മുകളിൽ അങ്ങ് വാറടിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ എന്തും അങ്ങ് പറഞ്ഞ് ജയിക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ചൈനക്കാരൻ വലിയതായിട്ടൊന്നും സംസാരിച്ചില്ല, റെസിപ്രോക്കലായിട്ട് അതുപോലെ ടാരിഫ് അങ്ങ് അടിച്ചു വിട്ടെന്നേ ഉള്ളൂ. പിന്നെ ട്രംപിന് മനസ്സിലായി ചൈനക്കാരനില്ലെങ്കിൽ ട്രംപിൻ്റെ പരിപാടി നടക്കത്തില്ല എന്ന്. എന്നിട്ട് പയ്യെ പോയിട്ട് ഇവർ തമ്മിൽ ഡീൽ ഒപ്പിച്ചു. എന്തുവാ ഡീല്? ആ 145 പോയിട്ട് 30 വന്ന് കുറഞ്ഞു നിന്നു. അന്നേരം ചൈനക്കാരൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞ ട്രംപ് ഒരിക്കൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തോറ്റുകൊണ്ടിരിക്കും. ഇപ്പം നടന്നിരിക്കുന്നത് എന്താണെന്നറിയാം? യൂറോപ്യൻ യൂണിയനുമായിട്ട് അവർ ഡീലുമൊക്കെ ഒപ്പിക്കാൻ പോയി. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. അന്നേരം ട്രംപിന് ദേഷ്യം വന്നിട്ട് ട്രംപ് ഇപ്പം പറഞ്ഞിരിക്കുകയാണ് 50% ടാരിഫ് ഓൺ യൂറോപ്യൻ യൂണിയൻ. പണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ മുകളിൽ 20% ആയിരുന്നു, പിന്നെ അതിൽ നിന്ന് 10% ഗ്ലോബലി പോസാക്കിയപ്പോൾ ആയല്ലോ. ആ പരിപാടിയിൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ മുകളിൽ 50% ടാരിഫ് അടിച്ച് ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഭീഷണിയും കൂടെ വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കാനഡയുമായിട്ട് വലിയ സൗഹൃദത്തിലല്ല ഇപ്പം. കാനഡയ്ക്കെതിരായിട്ട് 25% അടിച്ചേൽപ്പിച്ചു. കാനഡയും തിരിച്ചങ്ങ് വെച്ചു, എന്നാൽ പിടിച്ചു നിനക്കും 25%. ബേസിക് ഇഷ്യൂസ് അലൂമിനിയം, സ്റ്റീൽ, ഈ രണ്ട് കാര്യത്തിൻ്റെ പേരിലാണ് ലോകത്തിൻ്റെ കൺട്രീസ് എല്ലാം ട്രംപുമായിട്ട് ഇച്ചിരി ഇടഞ്ഞു നിൽക്കുന്നത്. കൂട്ടത്തിൽ ഇന്ത്യയും അടഞ്ഞു നിൽക്കുന്നത് അലൂമിനിയം ആൻഡ് സ്റ്റീൽ. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് സ്റ്റീൽ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ പോയി WTOയിൽ പോയിട്ട് റെസിപ്രോക്കൽ ടാരിഫ് ഞങ്ങൾ അമേരിക്കയുടെ മുകളിൽ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിനും വേണ്ടി പുള്ളി ചെയ്തതിന് വിരുദ്ധമായിട്ട് ഞങ്ങളും അതുപോലെയൊക്കെ തന്നെ ചെയ്യുമെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു. പക്ഷേ അങ്ങനെ കൺട്രീസും യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ തമ്മി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ട്രംപിന് വിവരമില്ല എന്നുള്ള കാര്യം അറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? അവരുടെ സ്വന്തം കമ്പനി ആപ്പിളിന് പണി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ട്രംപിന് കിളി പോയിരിക്കുകയാണ്. ട്രംപ് തുടങ്ങിയപ്പോൾ മാനുഫാക്ചറിങ് എല്ലാം അമേരിക്കയിലോട്ട് തിരികെ കൊണ്ടുവരാം, എവിടുന്ന ചൈനയിൽ നിന്നൊക്കെ മാനുഫാക്ചറിങ് തിരികെ കൊണ്ടുവരാമെന്നുള്ള ഒരു പ്രോമിസോടുകൂടിയാണ് ട്രംപ് അധികാരത്തിൽ കയറിയത്. പക്ഷേ അത് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു $1,000 ഈക്വലൻ്റ് അല്ലെങ്കിൽ ഒരു $85,000 റുപ്പീസാണ് നമുക്ക് ഇന്ത്യയിൽ $1,000. അതിൻ്റെ ഈക്വലൻറ്റിൽ ഏത് കമ്പനിയിലും ആളിനെ നമുക്ക് നിർത്താം, എന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം. ബിക്കോസ് 85,000 ഇന്ത്യയിൽ 85,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു ശമ്പളമാണ്. പക്ഷേ അമേരിക്കയിൽ ഒരു $1,000 ആർക്കെങ്കിലും ശമ്പളം കൊടുക്കാം മാസത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു തമാശയായിട്ടേ ആൾക്കാർ കൊള്ളത്തുള്ളൂ. അതേ 1000 അല്ല, അമേരിക്കയിൽ ഏറ്റവും ചീപ്പസ്റ്റ് ലേബറിൽ വരണമെങ്കിൽ ഒരു $3,000 എങ്കിലും കൊടുത്തിരിക്കണം. അവിടെ ഒരു വീട് റെൻറ്റ് എടുക്കണമെങ്കിൽ തന്നെ $600-700 ഒക്കെ ഒരു 1 BHK വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഈ വക കാര്യങ്ങൾ നടത്തി വരണമെങ്കിൽ നല്ലൊരു ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അമേരിക്കയിൽ ഒരിക്കലും മാനുഫാക്ചറിങ് വരുത്തില്ല. മാനുഫാക്ചറിങ്ങിനകത്ത് ആ മെഷീനറി മാത്രമല്ലല്ലോ, അതിനകത്ത് ലേബറും കൂടെ ഉണ്ട്. ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം. ചൈനയിൽ ഒരു 1000 പേർക്ക് ശമ്പളം കൊടുക്കുന്ന അതേ ലെവലിൽ അമേരിക്കയ്ക്ക് 1000 പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അമേരിക്ക കൂടിക്കഴിഞ്ഞാൽ 150 അല്ലെങ്കിൽ 200 പേർക്ക് ശമ്പളം കൊടുത്ത് ആ ലെവലിൽ വരാം.
പക്ഷേ അന്നേരം മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു പേസും അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ കൂട്ടണം. അത് കൂട്ടുവാണെങ്കിൽ പോലും കമ്പനികൾക്ക് ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് വില കുറഞ്ഞ് വിൽക്കുകയാണ്. ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് നമുക്കറിയാം വളരെ പ്രീമിയം കോസ്റ്റാണ്. ഒരു ഐഫോണിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ $1000 വരും. ആ $1000 ഐഫോണ് അമേരിക്കയിൽ അവർ നിർമ്മിക്കുകയാണെങ്കിൽ മിനിമം $3000 വിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കമ്പനിക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും ആപ്പിൾ അമേരിക്കയിൽ വിൽക്കാൻ പറ്റത്തില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മാറി മെക്സിക്കോയിൽ നടത്താം. പക്ഷേ എന്നിട്ടും എന്തുവാ കാനഡയിലും മെക്സിക്കോയിലും ഒക്കെ ട്രംപ് സാർ ഏൽപ്പിച്ചത് എന്തുവായിരുന്നു? 25% ടാരിഫ്. അന്നേരം ഇന്ത്യയിൽ നിന്ന് സാധനം പോയാലും ചൈനയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം 30 എന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാലും 25% ടാരിഫാണ് ആപ്പിളിന് അദ്ദേഹം ഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, $1000 സാധനം അത് 25% കൂടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലും $1250 വരും. പക്ഷേ അമേരിക്ക നിർമ്മിച്ചു കഴിഞ്ഞാലോ $3000. അന്നേരം ആ $3000 ആണോ ബെറ്റർ അതോ 1250? അങ്ങനെ നോക്കുമ്പോഴത്തെ ആപ്പിൾ ഒരിക്കൽ പോലും അമേരിക്കയിലേക്ക് തിരിച്ച് മാനുഫാക്ചറിങ് കൊണ്ടുവരത്തില്ല. എപ്പോഴും സെയിൽസ് നടക്കും. അവിടെ ചിലപ്പോൾ ഡിസൈനിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം നടക്കും. ബിക്കോസ് അതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലി പരിപാടിയാണ്. പക്ഷേ എപ്പോഴും മാനുഫാക്ചറിങ് വിൽ ബി ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്. അല്ലാതെ അത് അമേരിക്കയിൽ ഒരിക്കൽ പോലും വരുവാനുള്ള ചാൻസേ ഇല്ല. അമേരിക്കക്കാരുടെ ഗതികേട് ട്രംപിന് വോട്ട് കൊടുത്തിട്ട് അവരുടെ സാധനങ്ങൾക്ക് തന്നെ വില കൂട്ടി വാങ്ങേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ഫോണ് $1000 സാധനം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പോകുന്ന ഫോൺസാണെന്ന് വിചാരിച്ചു. അത് 1250 അവർക്ക് വാങ്ങേണ്ടി വരും. ട്രംപിൻ്റെ കാലത്തിന് മുമ്പായിട്ട് അത് 1000 ആയിരുന്നു. ഇപ്പോൾ 1250. അത് ആപ്പിളിൻ്റെ കാര്യം മാത്രമല്ല വേറെ പല കാര്യങ്ങൾ. ഇപ്പം വോൾമാർട്ടുമായിട്ടാണ് ട്രംപിന് അടുത്ത അടി കിട്ടിയിരിക്കുന്നത്. അതെന്താ? ടാരിഫ് കാരണം ഈ സാധനങ്ങൾ വരുമ്പോഴെല്ലാം അതിൻ്റെ ടാരിഫിൻ്റെ ആ എമൗണ്ട് കൂട്ടിയല്ലേ വിൽക്കേണ്ടത്. വോൾമാർട്ടാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിന്. അത് പൊതുവെ ജനങ്ങൾക്കും ഇച്ചിരി നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ്. ബിക്കോസ് അവർ അധികമായിട്ട് പ്രീമിയംനെസ് ഈടാക്കുന്നില്ല. വളരെ നാച്ചുറലി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് വാൾമാർട്ട്. അന്നേരം വാൾമാർട്ട് വരെ അവരുടെ സാധനങ്ങൾക്ക് വില കൂട്ടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അന്നേരം ട്രംപ് ഒരു ട്വീറ്റ് എഴുതിയിരിക്കുന്നു, ടാരിഫിനെ നീ തിന്നുകൊള്ളുക. അതിൻ്റെ അർത്ഥം ഈറ്റ് ദ ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാരിഫിൻ്റെ ആ വിലയുണ്ടല്ലോ അത് നീ അങ്ങ് വിഴുങ്ങിക്കോ, അത് ജനങ്ങളുടെ മേളിൽ ഏൽപ്പിക്കരുതെന്നുള്ള കാര്യമാണ്. പക്ഷേ ബിസിനസ് അങ്ങനെയൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഈ വാൾമാർട്ട് നടത്തിയാലും ആപ്പിൾ നടത്തിയാലും അവർ സാമൂഹിക സേവനത്തിനല്ല നടത്തിയിരിക്കുന്നത്. അവർ ബിസിനസ്സിന് വേണ്ടിയാണ്. അവർ പണം സമ്പാദിക്കുവാനും കൂടുതൽ സമ്പാദിക്കുവാനും വേണ്ടിയാണ് അവർക്ക് അത് നടത്തിയിരിക്കുന്നത്. ഇപ്പം ടിം കുക്കിന് അല്ലെ ആപ്പിളിൻ്റെ സിഇഒയ്ക്ക് മറുപടി പറയേണ്ടത് ആരോടാണെന്നറിയാമോ? ആപ്പിളിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോടാണ്. അല്ലാതെ സാധാരണപ്പെട്ട ജനങ്ങളോടല്ല. ആപ്പിളിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോടാണ് ടിം കുക്കിന് മറുപടി പറയേണ്ടത്. അന്നേരം ടിം കുക്ക് അത് നഷ്ടത്തിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ആ കമ്പനി വരെ നശിച്ചു പോകും. അങ്ങനെ ഒരു സംവിധാനത്തിന് ടിം കുക്ക് അല്ല ഒരുത്തൻ പോലും നിൽക്കത്തില്ല. അതുപോലെ തന്നെയാണ് വോൾമാർട്ട്. വോൾമാർട്ടിൻ്റെ സിഇഒയും അവരുടെ റെസ്പോൺസിബിലിറ്റി ആരോടാണ്? വോൾമാർട്ടിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോടാണ്. അല്ലാതെ ട്രംപിനോടോ ആരോടും അല്ല. നമുക്കറിയാമല്ലോ ഈ തുടക്കത്തിൽ അമേരിക്കയിൽ ഇനാഗ്രേഷൻ നടത്തിയല്ലോ ട്രംപ്. അതൊരു ഇനാഗ്രേഷൻ്റെ സീറ്റിന് അമേരിക്കയിൽ ആപ്പിൾ $1 മില്യൺ ഡൊണേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആമസോൺ $1 മില്യൺ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ആമസോണിന് നടക്കുന്നത് എന്താണെന്നറിയാമോ? ആമസോൺ അവരുടെ സിയാറ്റിലുള്ള അവരുടെ മെയിൻ ഓഫീസ് അവർ മെക്സിക്കോയിലും UAE സിംഗപ്പൂരിലോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ ട്രംപിൻ്റെ ടാരിഫിനെ മറികടക്കുവാനായിട്ട്. ബിക്കോസ് ഈ ആമസോൺ എന്ത് പറഞ്ഞാലും മാക്സിമം സാധനം ചൈനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അന്നേരം അതിനി മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഷിപ്പ് ചെയ്യുവാനായിട്ടാണ് അവർ നോക്കുന്നത്. അവർക്ക് ഏതായാലും 25 കൊടുക്കണം. ഇപ്പം ചൈനയുമായിട്ട് ഇടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പം 30 ആണെങ്കിലും നാളെ ഇപ്പം 40 ആയെന്നിരിക്കും, അല്ല 50 ആയെന്നിരിക്കും. മെക്സിക്കോയാണ് ഇച്ചിരി കൂടി സേഫ്. അതുകൊണ്ട് അവരുടെ ഫുൾ വെയർ ഹൗസിങ് അവർ മെക്സിക്കോയിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് മെക്സിക്കോയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുവാനായിട്ടാണ് നോക്കുന്നത് അമേരിക്കയിലോട്ട്. എന്തൊക്കെ ഗതികേടാണ് ഈ മനുഷ്യൻ വരുത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു 3-3.5 വർഷത്തേക്ക് ഈ ശല്യം തുടർന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം കാലഹരണപ്പെട്ട് പോകണം. അന്നേരം ഈ 3-3.5 വർഷത്തേക്ക് പല കമ്പനീസിൻ്റെ ഷെയർസ് ഇടിഞ്ഞു താഴെ വീഴും. ഇപ്പം ആപ്പിളിൻ്റെ ഷെയറൊക്കെ 16-20% ഇടിഞ്ഞു താഴെ വീണിരിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആപ്പിളിൻ്റെ ഷെയർ ഇന്ന് ഞാൻ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അത് മാക്സിമം 16% ഇടിഞ്ഞു കിടക്കുകയാണ്. ഇനി ഇച്ചിരൂടും താഴോട്ടൊക്കെ പോകും കേട്ടോ. അന്നേരം നമ്മളെപ്പോലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി
വളരെ വാല്യുബിൾ ആയിട്ടുള്ള കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്, ഏറ്റവും കോസ്റ്റ്ലി കമ്പനിയാണ് ആപ്പിൾ. 3 ട്രില്യൺ പ്ലസ് ഇന്ത്യയുടെ GDPയുടെ ഏകദേശം ആ ലെവലിലൊക്കെ തന്നെ വരുന്നുണ്ട്. ഭയങ്കര ഗ്രോത്താണ് ആപ്പിളിന്. ആമസോണും അതുപോലെ വലിയൊരു കമ്പനിയാണ്. ഇവരുടെയൊക്കെ ഷെയർ ഇടിയുമ്പോഴാണ് വാങ്ങേണ്ടത്. ട്രംപ് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ആശാൻ സ്ഥലം ഒഴിഞ്ഞു പോകും. അതുപോലത്തെ വേറെ ഒരു ട്രംപിനെ കൂടെ അവർ ഇലക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് ആൾക്കാർ പാഠം പഠിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് അബദ്ധം പറ്റത്തില്ല. അന്നേരം 3 വർഷത്തേക്ക് സഹിച്ചിരിക്കാവുന്നവർക്ക് ലോങ് ടേം നിങ്ങൾക്ക് ആപ്പിളിൻ്റെ സ്റ്റോക്ക് വാങ്ങാം, ആമസോണിൻ്റെ സ്റ്റോക്ക് വാങ്ങാം, ഈവൻ വാൾമാർട്ടിൻ്റെ സ്റ്റോക്ക് വാങ്ങാം. ഈ സ്റ്റോക്ക് എല്ലാം ഈ 3 വർഷത്തിൽ ഭയങ്കര വോളറ്റൈലായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ബൈ ഓൺ ഡിപ്സിനകത്ത് നമുക്ക് ബൈ ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ ബൈ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇൻഡ് മണി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഡയറക്റ്റ്ലി അമേരിക്കയിലെ ഷെയർസ് നമുക്ക് ഡയറക്റ്റ്ലി വാങ്ങാം. KYC ഒക്കെ ചെയ്യണം, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വാങ്ങാം. അന്നേരം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന നമ്മുടെ സാലറിയോ അല്ലെ ഇൻകമോ അതിനകത്തുനിന്ന് ഒരു വിഹിതം നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ, ട്രംപിൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ അമങ്ങിയിരിക്കുന്ന സ്റ്റോക്ക് എല്ലാം ടെക്കെന്നൊരു പോക്ക് പോകുന്ന കാണാം. അന്നേരം നിങ്ങൾക്ക് നല്ല ലാഭമായിട്ട് അത് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ആപ്പിളിൻ്റെ കഥ. നമ്മുടെ ആപ്പിളിൻ്റെ കഥ കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മാങ്ങയുടെ കഥയും കൂടെ കേൾക്കാം. മാങ്ങയ്ക്കകത്ത് നമുക്ക് എങ്ങനെ കാശുണ്ടാക്കുവാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മാങ്ങ എന്ന് പറയുന്നത് മാംഗോ, നമ്മുടെ ട്രംപ് സാർ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം അങ്ങ് യുദ്ധം സീസ് ഫയർ ആക്കി അദ്ദേഹം അങ്ങ് ക്രെഡിറ്റ് എടുത്ത് പ്രൊപ്പഗണ്ട അടിച്ചു വിടുകയല്ലേ. അവിടെ ഇവിടെയും ചെന്നിട്ട് എല്ലായിടത്തും അങ്ങ് പറഞ്ഞു കിടക്കുകയാണ് അദ്ദേഹമാണ് ഇത് ചെയ്ത് നടന്നെന്നുള്ള കാര്യം. അവസാനം നമ്മുടെ ഗവൺമെൻറ് തന്നെ പറയേണ്ടി വന്നു, ഈ ആശാൻ ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാതെ ട്വീറ്റ് അടിച്ചെന്നേ ഉള്ളൂ, അതിനകത്തൊന്നും കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപിനൊരു ഇൻസൾട്ട് പോലെ തോന്നി. അന്നേരം ആദ്യമായിട്ട് പുള്ളി ചെയ്തത് എന്താ പറയുക, നമ്മുടെ ഇവിടെ നിന്ന് സമ്മർ സീസണിൽ നമ്മൾ ധാരാളം മാങ്ങകൾ അമേരിക്കയിലോട്ട് അയക്കുന്നുണ്ട്. അന്നേരം ഇത് അയക്കുന്നതിന് മുമ്പായിട്ട് ചില അൾട്രാ വയലറ്റ് റേസിൽ കൂടെ അത് കടത്തി പോകണം. എന്നിട്ട് ചില ടെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് PPQ ഫോം 203 എന്ന് പറഞ്ഞൊരു ഫോമിനകത്ത് സീലടിച്ചെങ്കിലേ അങ്ങ് പോകത്തുള്ളൂ. അതൊരു ഡോക്യുമെൻറ്റേഷനാണ്. അത് സീലടിച്ചെങ്കിലേ അങ്ങ് അവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇവിടുത്തെ മാംഗോ എക്സ്പോർട്ടേഴ്സ് അമേരിക്കയിലോട്ട് മാങ്ങ എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഈ PPQ ഫോമിനകത്ത് USDAയുടെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവാണ് സീലടിക്കുന്നത്. സീലടിച്ച് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ലോസ് ഏഞ്ചലസിലും വേറെ 2-3 എയർപോർട്ടിലും ആ മാങ്ങ അങ്ങ് നിർത്തി വെച്ചു. വേണ്ട, ഇത് ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താണ്? PPQ ഫോം 203യുടെ ഡോക്യുമെൻറ്റേഷൻ സഫീഷ്യൻ്റ് അല്ല. പക്ഷേ എവിടെയാണ് സഫീഷ്യൻ്റ് അല്ലാത്തതെന്ന് സാറൊന്ന് പറയാം. നിങ്ങളുടെ ആൾക്കാർ തന്നെ ഇല്ല സീലടിച്ചിട്ട് എഗ്രി ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ട്രംപിന് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ $500,000 അല്ലെങ്കിൽ $5 ലക്ഷം, $500,000 മാങ്ങ അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോക്കോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡിസ്ട്രോയ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ മാങ്ങ എക്സ്പോർട്ടേഴ്സിന് ആ ഒരു ലോട്ടിനകത്ത് $5 ലക്ഷം മാങ്ങ നഷ്ടമായി, അവിടെ തന്നെ നിർത്തിവെച്ചു. എന്നിട്ടിപ്പം അമേരിക്കയിലോട്ട് കയറ്റി വിടുന്ന മാങ്ങയൊക്കെ ഇച്ചിരി അങ്ങ് സ്ലോ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ മാങ്ങയുടെ കഥ പറയേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇന്ത്യയും അമേരിക്കയും കൂടെ ഇച്ചിരി അടഞ്ഞു നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിൻ്റെ ടോക്സിനകത്ത്. അപ്പോൾ നാച്ചുറലി അദ്ദേഹം ചില പരിപാടികളൊക്കെ കാണിച്ചു തന്നിരിക്കും. ഇവിടെ നമ്മുടെ കൂടുതലും എക്സ്പോർട്ട് നടക്കുന്നത് എന്തുവാണെന്നറിയാമോ? ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ സാധനമാണ്. അന്നേരം അതിനകത്ത് പുള്ളി ചിലപ്പോൾ ഇച്ചിരി ഒരു പിടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഇങ്ങനെ പിടിയൊക്കെ പിടിച്ച് എന്തെങ്കിലും FDA അപ്രൂവലോ US FDA എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നിൻ്റെ മരുന്ന് കൊള്ളത്തില്ല, അങ്ങനെ വാഴയാ കോടയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ കാരണം വരും. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സിനകത്ത് ഫാർമ സെക്ടറിനകത്ത് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്, ഗ്യാരൻറ്റീഡ് ഒന്നുമില്ല, ചാൻസ് ഉണ്ട്. അന്നേരം ചാൻസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെയും കയറി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബിക്കോസ് ഈ ഒരു 3 വർഷത്തേക്ക് നിങ്ങൾ 3-3.5 വർഷത്തേക്ക് നിങ്ങൾ സഹിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ലോവറിൽ കിടക്കുന്നതെല്ലാം നമുക്ക് പിന്നെ നല്ലപോലെ മുകളിലോട്ട് പോയി വാങ്ങാം. ഇപ്പോൾ SIP രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് വാങ്ങാം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പീസ്.